നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ മരം മുറിക്കുന്നതിനിടയിൽ യുവാവിന് ദാരുണാന്ത്യം. വയനാട് സ്വദേശി മോഹൻകുമാറാണ് കയർ കഴുത്തിൽ കുരുങ്ങി മരണമടഞ്ഞത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് കുന്നുകര MSTO അബ്ദുള്ള മെമ്മോറിയൽ കോളേജിൽ ഓണം സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു. ആലുവ അദ്വൈതാശ്രമത്തിലെ സഹമഠാധിപതി നാരായണ ഋഷി ഉദ്ഘാടനം ചെയ്തു. ബഡ്സ് സ്കൂളിൽ ഓണാഘോഷമൊരുക്കി വ്യാപാരികൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിയാട് യൂണിറ്റിന്റെയും വനിതാ വിങ്ങിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ എയർപോർട്ട് നഗറിലെ ബഡ്സ് സ്കൂളിലാണ് ഓണാഘോഷം ഒരുക്കിയത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ മരം മുറിക്കുന്നതിനിടയിൽ യുവാവിന് ദാരുണാന്ത്യം. വയനാട് സ്വദേശി മോഹൻകുമാറാണ് കയർ കഴുത്തിൽ കുരുങ്ങി മരണമടഞ്ഞത്. പറവൂർ താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ നിന്നിരുന്ന തടൽമരത്തിന്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റുന്നതിനിടയിലാണ് യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചത്. വയനാട് വൈത്തിരി സ്വദേശിയും ഇപ്പോൾ മന്നം തത്തപ്പള്ളിയിൽ താമസിച്ചു വരുന്ന 28 വയസ്സുകാരൻ മോഹൻകുമാറാണ് മരണമടഞ്ഞത്. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോട് കൂടിയായിരുന്നു അപകടം നടന്നത്. വെട്ടേണ്ട കൊമ്പിന് മുകളിലായി ശരീരത്തിലെ സേഫ്റ്റി ബെൽറ്റുമായി ബന്ധിപ്പിച്ചിരുന്ന കയർ കൊളുത്തിയിരുന്ന കമ്പ് ഒടിഞ്ഞതോടെ കയർ ശരീരത്തിൽ മുറുകി മരണം സംഭവിക്കുകയായിരുന്നു. 45 അടിയോളം ഉയരത്തിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മോഹൻകുമാർ. പറവൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സാഹസികമായി മോഹൻകുമാറിനെ താഴെ ഇറക്കിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ, വൈസ് ചെയർമാൻ MJ രാജു, നഗരസഭാ പ്രതിപക്ഷ നേതാവ് JV നിതിൻ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അതേസമയം ആശുപത്രി അങ്കണത്തിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് ഏറെ നാളായുള്ള ആവശ്യം ആശുപത്രി അധികൃതർ നിരാകരിച്ചതാണ് ഇത്തരമൊരു ദാരുണ സംഭവത്തിനിടയാക്കിയതെന്ന് CPM ലോക്കൽ സെക്രട്ടറി CP ജയനും AYF ജില്ലാ കമ്മിറ്റി അംഗം നിമിഷ രാജുവും പറഞ്ഞു. തീരുമാനമാണ്. കാരണം അപകടാവസ്ഥയിലെത്തുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ മുറിക്കാനായിട്ട് ഉള്ള തീരുമാനം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3-4 ദിവസമായിട്ട് മരങ്ങളും അതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തണൽ മരത്തിൻ്റെയും ശിഖരങ്ങൾ മുറിക്കുകയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഇത് മരച്ചിട്ട് നമ്മൾ കോൺട്രാക്ട് കൊടുത്തേക്കുന്നതാണ്. സബ് കോൺട്രാക്ടർ ആയിരിക്കാം ഇത് പയ്യനെ, വയനാട്ടുകാരൻ പയ്യനാണെന്നാണ് പറഞ്ഞത്. ഇവിടെ തത്തപ്പള്ളിയിൽ താമസിക്കുന്നു. പക്ഷെ ആ പയ്യനാണ് വെട്ടിക്കൊണ്ടിരുന്നത്. വെട്ടിയ അവസ്ഥയിൽ ഒരു ശിഖരം വീണു. അപ്പോൾ ഇങ്ങനെ കയറ് ചുറ്റും ഈ പയ്യൻ്റെ ചുറ്റും ഇങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുറുകിയതാകാം കാരണമെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് അറിയില്ല, വ്യക്തമായിട്ട് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. പക്ഷെ എന്തായിരുന്നാലും അവിടെ മരണം ഇപ്പോൾ ഡോക്ടർ സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. കുറേ നാളുകളായിട്ടുള്ള പരാതിയാണ് ഞങ്ങൾ നിരന്തരമായിട്ട് ഇവിടെ LDFും എല്ലാം കൗൺസിലർമാരും എല്ലാം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് സമയാസമയങ്ങളിൽ അത് ലേലം ചെയ്ത് നടപടി സ്വീകരിക്കാൻ നഗരസഭ തയ്യാറാകാറില്ല. അതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. മഴയൊക്കെ ഏപ്രിൽ കഴിയുമ്പോൾ ഈ സമയം ആഗസ്റ്റ് മാസം വരെയായി നടപടി ഇപ്പോൾ വളരെ വൈകിയാണ് ഇതെല്ലാം ചെയ്യണത്. ഇപ്പോൾ അപകടം ഉണ്ടായ മരം തന്നെ മരത്തിൻ്റെ മുകൾ ഭാഗം പോതുപോലെ ഇരിക്കുകയായിരുന്നു. അത് വളരെ നേരത്തെ വെട്ടിമാറ്റേണ്ട മരങ്ങളാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു അനാവസ്ഥ ഇവിടെ വളരെ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഇരിക്കുമ്പോൾ കുറച്ച് നാൾക്ക് മുമ്പ് ഇവിടെ ആശുപത്രിയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് അപകടമുണ്ടായി. പഴയ കെട്ടിടം വളരെ മോശമായ ജീർണിച്ച ഒരവസ്ഥയുണ്ടായ കെട്ടിടം അപ്പുറത്ത് തന്നെ, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ, ക്യാൻറ്റീൻ്റെ അപ്പുറത്ത് തന്നെ ഇടിഞ്ഞു വീണ് അപകടം ഉണ്ടായ അവസ്ഥ നമ്മൾ കണ്ട്. അതെല്ലാം ഇവിടെ ദൈനംദിനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നഗരസഭ ഇത്തരം കാര്യം ഇവിടെ ഇത്തരം അന്വേഷിക്കുന്നതിൽ വളരെ അനാവസ്ഥ നിലനിൽക്കുകയാണ്. എല്ലാ ദിവസത്തെയും കാഴ്ചയാണ്. നമ്മൾ ഏത് സമയത്ത് ഇവിടെ വന്നാലും അപ്പോഴെല്ലാം ഇവിടെ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാഴ്ച നടക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള ബാക്കി സുരക്ഷിതമായി ആളുകളെ നിയന്ത്രിക്കാനും അടക്കം നിർത്തിയിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡിന്റെ മേലേക്കാണ് ആദ്യം കൊമ്പ് ഒടിഞ്ഞു വീണ് അദ്ദേഹത്തിന് കണ്ണ് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ ഉണ്ട്, നമുക്ക് സംസാരിക്കാവുന്നതാണ് അദ്ദേഹത്തിന്. ആ വിഷയത്തെ തുടർന്നാണ് ഇതിന്റെ ചില്ലകൾ കൊമ്പുകൾ മുറിച്ചു മാറ്റണം എന്ന ഒരു ചിന്തയിലേക്ക് തന്നെ ഇവരെത്തുന്നത്. അപ്പൊ നമ്മളത് ആലോചിക്കണം. അപകടം ഉണ്ടായതിനു ശേഷം മാത്രമേ നമ്മൾ ആ കൃത്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കൂ എന്ന് കാണിക്കുന്ന സൂചനകൾ ഒട്ടനവധി ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഇവിടെ എക്സ്റേ കെട്ടിടം തകർന്നു വീണിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. ആ എക്സ്റേ കെട്ടിടത്തിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റു കെട്ടിടങ്ങളടക്കമുള്ള കെട്ടിടങ്ങൾക്കെല്ലാം കേടുപാടുകളെല്ലാം സംഭവിച്ച് ദ്രവിച്ച നിലയിലാണ് നിൽക്കുന്നത്. കേരള സംസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു ആശുപത്രി കാണാനാകുമോ എന്നുള്ളത് വളരെ സംശയമുള്ള ഒരു കാര്യമാണ്. ഓണാഘോഷത്തോടനുബന്ധിച്ച് കുന്നുകര MSTO അബ്ദുള്ള മെമ്മോറിയൽ കോളേജിൽ ഓണം സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു. ആലുവ അദ്വൈതാശ്രമത്തിലെ സഹമഠാധിപതി നാരായണ ഋഷി ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് MES TO അബ്ദുള്ള മെമ്മോറിയൽ കോളേജിൽ ഓണം സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു.
കോളേജ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ആലുവ അദ്വൈതാശ്രമത്തിലെ സഹമഠാധിപതി നാരായണ ഋഷി ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഇതൊരു മഹിതമായ ഒരു സങ്കല്പമാണ്, കേട്ടുകേൾവിയാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഐതിഹ്യം, ഇതിഹാസമല്ല ഐതിഹ്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊക്കെ ബാല്യകാലം തൊട്ടേ കേൾക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ആ മഹിതമായ ഒരു പൂർവ്വകാല പരമ്പരയായി പറഞ്ഞു വന്ന വൈമഴിയിലൂടെ എത്തിയ മഹിതമായ സങ്കല്പത്തെ അവലംബമാക്കിക്കൊണ്ട് നമ്മുടെ അടുത്ത സ്വദേശിയായിരുന്ന ചെറായിക്കാരൻ സഹോദരൻ അയ്യപ്പനാണ് ഈ പാട്ട് എഴുതുന്നത്. നമ്മൾ ചെറുപ്പത്തൊട്ടേ കേൾക്കുന്നുണ്ട്. സഹോദരൻ അയ്യപ്പൻ്റെ സമ്പൂർണ്ണ പദ്യകൃതികളിൽ അതുണ്ട്. 1939 കാലഘട്ടത്തിലാകണ്ടാണെന്നാണ് എൻ്റെ അറിവ്. അപ്പം അന്ന് തൊട്ടാണ്. അപ്പം മഹാബലി എങ്കിലും ഇതൊരു മഹിതമായ സങ്കല്പമാണ്. നമ്മുടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഈ ഭാരതത്തിൻ്റെ കുറേ പട്ടണങ്ങളിലൊക്കെ വർഷങ്ങളോളം താമസിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരാളാണ്. മലയാളികളെ എവിടെയാണെങ്കിലും ഒരുമിപ്പിക്കുന്ന 2 ഘടകങ്ങളിൽ ഒന്ന് തിരുവോണവും മറ്റൊന്ന് മണ്ഡലകാല പൂജ അയ്യപ്പസ്വാമിയാണ്. ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡൽഹിയിലായിരുന്നു. അവിടെയൊക്കെ മലയാളികളെല്ലാം ഒന്നു ചേർന്നുകൊണ്ട് ഓണാഘോഷം നടത്തുന്നു, മറ്റൊന്ന് അയ്യപ്പ പൂജ നടത്തുന്നു. എല്ലാവരും ചേർന്ന് വലിയ സദ്യയും വെടിക്കെട്ടും വലിയ അമ്പലമൊക്കെ പണിത് നാട്ടിൽ നിന്ന് തന്നെ പൂജകരെയൊക്കെ കൊണ്ടുപോയി വലിയ പൂജയൊക്കെ നടത്തി ഒന്നായിട്ട് ആഘോഷിക്കുന്നത്. ഇതൊരു മഹിതമായ ഒരു സങ്കല്പമാണ്. ഞാനിപ്പോഴും ഓർക്കുന്ന എൻ്റെ ബാല്യകാലത്ത്. പക്ഷെ അതിൻ്റെ പവിത്രത, അതിൻ്റെ നന്മ, അതിൻ്റെ സൗഹൃദം ഇങ്ങോട്ട് എന്നെ കൊണ്ടുവന്ന് വഴിക്ക് ഞാൻ സുലൈമാൻ സാറുമായിട്ട് ഞങ്ങളത് ചർച്ച ചെയ്യുകയായിരുന്നു. കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി വൈസ് ചെയർമാൻ CS സലാം അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ഷിബു അലിയാർ സ്വാഗതം പറഞ്ഞു. MES എറണാകുളം ജില്ലാ പ്രസിഡന്റ് KM ലിയാഖത്ത് അലി ഖാൻ ആമുഖ പ്രഭാഷണം നടത്തി. ഓണം സൗഹൃദ സദസ് പ്രോഗ്രാം കൺവീനർ TM സക്കീർ ഹുസൈൻ, കുറ്റിപ്പുഴ പള്ളി വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, കുന്നുകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MA അബ്ദുൽ ജബ്ബാർ, പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കാസിം, കുന്നുകര NSS പ്രസിഡന്റ് KM മുകുന്ദൻ, കുന്നുകര SNDP സെക്രട്ടറി CV വിജേഷ്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ പ്രസിഡന്റ് AP മുരളീധരൻ, എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രീത M നായർ, കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ട്രഷറർ BKM ബഷീർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കോളേജിന്റെ സമീപ പ്രദേശങ്ങളിലെ പൗരപ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു. ബഡ്സ് സ്കൂളിൽ ഓണാഘോഷം ഒരുക്കി വ്യാപാരികൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിയാട് യൂണിറ്റിന്റെയും വനിതാ വിംഗിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ എയർപോർട്ട് നഗറിലെ ബഡ്സ് സ്കൂളിലാണ് ഓണാഘോഷം ഒരുക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് AV സുനിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിയാട് യൂണിറ്റും വനിതാ വിംഗും സംയുക്തമായി എല്ലാ വർഷത്തെയും പോലെ ഇക്കൊല്ലവും നെടുമ്പാശ്ശേരി പഞ്ചായത്തിന്റെ അകപ്പറമ്പ് എയർപോർട്ട് നഗറിലെ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്കൊപ്പമാണ് ഓണാഘോഷം ഒരുക്കിയത്. മഹാമേളകൾക്കും ആഘോഷരാവുകൾക്കും ആടിത്തിമിർക്കലുകൾക്കുമപ്പുറം അരികുവൽക്കരിക്കപ്പെട്ടു പോയവർക്കൊപ്പം ഒരുക്കിയ ഓണാഘോഷം ആത്മസംതൃപ്തിയുടെ നേർക്കാഴ്ചയായി. നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സുനിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ഏറ്റവും ചേർത്ത് പിടിക്കേണ്ട ഒരു കൂട്ടരാണ് ഇതെന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണാഘോഷം എന്നുള്ളത് ഇവിടെ നേതൃത്വം കൊടുത്ത നമ്മുടെ വ്യാപാരികൾ എല്ലാവരെയും, ഫ്രാങ്കോ അടക്കമുള്ള, അടക്കമുള്ള, ഷാനിയടക്കമുള്ള എല്ലാവരെയും, നാരായണേട്ടനുമായിട്ട് ഒരുപാട് പേര് നമ്മുടെ എന്താ പറയുന്ന ആളുകൾ തന്നെയാണ് കൊടുക്കുന്നത്. എല്ലാവരെയും മുഴുവൻ ജനതയ്ക്ക് വേണ്ടി സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആനി കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ടിൻസി ചോയ്ക്കരമുകൾ സ്വാഗതം പറഞ്ഞു. 2024 ഓണം അതേപോലെ തന്നെ വർഷം നമുക്ക് വ്യാപാര വ്യവസായ സമിതിയാണ് തന്നത്. അതേപോലെ തന്നെ 2018 മുതൽ 2019 മാത്രമാണ് അത് മിസ് ചെയ്തിട്ടുള്ളൂ. കൊറോണയാവും. അത് അല്ലാതെ 4 വർഷവും ഇവരുടെ ഒപ്പം തന്നെയാണ് നമ്മൾ ഓണം ആഘോഷിക്കാറ്. ഇവിടെ തന്നെയാണ് തരാറ്. ഈ കൊല്ലവും ഞങ്ങൾക്ക് അതിനുവേണ്ടിയാണ് ചൂസ് ചെയ്തതിന് എനിക്ക് ഓരോരുത്തരോട് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്കൂളിൻ്റെ പേരിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ പേരിലും ഞാൻ സ്വാഗതം പറയുന്നു. നെടുമ്പാശ്ശേരി മർക്കണ്ടയിൽ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് CP തരിയൻ, പഞ്ചായത്ത് അംഗങ്ങളായ ആന്റണി കയ്യാല, KO മാർട്ടിൻ, ജെസ്സി ജോർജ്, KK അബി, ബിജി സുരേഷ്, പഞ്ചായത്ത് സെക്രട്ടറി ജെസ്സി, ഏകോപന സമിതി കരിയാട് യൂണിറ്റ് പ്രസിഡന്റ് KJ ഫ്രാൻസിസ്, സുമി സുധാകർ, റാണി പോൾസൺ, മോളി മാത്തുക്കുട്ടി, CDS പ്രസിഡന്റ് സുമ സാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഓണസദ്യയും നടന്നു. കൂടാ
ആശുപത്രിയിൽ അത്യാധുനിക പ്രോസ്റ്റേറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. അങ്കമാലി അപ്പോളോ അട്ലക്സ് ആശുപത്രിയിൽ അത്യാധുനിക പ്രോസ്റ്റേറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. പ്രോസ്റ്റേറ്റ് സംബന്ധമായ എല്ലാ രോഗാവസ്ഥകൾക്കുമുള്ള കൺസൾട്ടേഷൻ, അത്യാധുനിക ചികിത്സാ സമീപനം തുടങ്ങി വിപുലമായ സേവനങ്ങളാണ് വിദഗ്ധ യൂറോളജി ആൻഡ് ആൻഡ്രോളജി വിഭാഗം നയിക്കുന്ന പ്രോസ്റ്റേറ്റ് ക്ലിനിക്. റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലഘട്ടം പ്രത്യേകിച്ച് വൈദ്യശാസ്ത്ര രംഗത്ത് കൂടുതൽ സ്പെഷ്യലൈസേഷനുകളുടെ ഒരു കാലഘട്ടമാണ്. നമ്മൾ ഏത് വിഭാഗത്തിൽ പോയാലും അതിൽ കൂടുതലായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ സേവനങ്ങൾ രോഗികൾ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രോസ്റ്റേറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഞാൻ മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ള ആളല്ല, പക്ഷേ ഇന്ന് കൂടുതലായിട്ട് ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഒത്തിരി രോഗികൾ ഈ രംഗത്ത് അല്ലെങ്കിൽ ഈ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. കഴിഞ്ഞ ഒരു 25 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ പ്രോസ്റ്റേറ്റ് രോഗികളുടെ, പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ച ആളുകളുടെ എണ്ണത്തിൽ ഏതാണ്ട് 35% വർധനമുണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേ റിപ്പോർട്ടുകൾ തന്നെ പറയുന്ന വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ 2040 ആകുമ്പോഴേക്കും പ്രോസ്റ്റേറ്റ് ക്യാൻസർ രോഗികളുടെ എണ്ണം നിലവിലുള്ളതിൻ്റെ ഡബിളായി മാറും എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് വളരെ ആശങ്കാകരമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് നമുക്ക് കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ക്യാൻസർ രോഗികളിൽ നല്ലൊരു ശതമാനം പ്രോസ്റ്റേറ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അങ്കമാലി പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ബൈജു മേനാച്ചേരി അധ്യക്ഷനായിരുന്നു. അപ്പോളോ അട്ലക്സ് ആശുപത്രി CEO സുദർശൻ B, CO ഡോക്ടർ ഷുഹൈബ് ഖാദർ, DMS ഡോക്ടർ രമേഷ് കുമാർ, യൂറോളജി ആൻഡ് ആൻഡ്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റോയ് P ജോൺ, ഡോക്ടർ പിള്ള ബിജു സുകുമാരൻ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സജു സാമുവൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 50 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ മെഡിക്കൽ കൺസൾട്ടേഷനും പരിശോധനകൾക്ക് പ്രത്യേക നിരക്കുകളും ഏർപ്പെടുത്തിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ മരം മുറിക്കുന്നതിനിടയിൽ യുവാവിന് ദാരുണാന്ത്യം. വയനാട് സ്വദേശി മോഹൻകുമാറാണ് കയർ കഴുത്തിൽ കുരുങ്ങി മരണമടഞ്ഞത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് കുന്നകര MSTO അബ്ദുള്ള മെമ്മോറിയൽ കോളേജിൽ ഓണം സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു. ആലുവ അദ്വൈതാശ്രമത്തിലെ സഹമഠാധിപതി നാരായണ ഋഷി ഉദ്ഘാടനം ചെയ്തു. ബഡ്സ് സ്കൂളിൽ ഓണാഘോഷമൊരുക്കി വ്യാപാരികൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിയാട് യൂണിറ്റിന്റെയും വനിതാ വിങ്ങിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ എയർപോർട്ട് നഗറിലെ ബഡ്സ് സ്കൂളിലാണ് ഓണാഘോഷം ഒരുക്കിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം ടെലിവിഷനിൽ. നമസ്കാരം.